ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നൊരു സ്പെഷ്യൽ വ്ളോഗാണ്. കാരണം നിങ്ങൾ കാണുമ്പോൾ അറിയാം ഞാൻ ഇച്ചിരി ഒനിയൊക്കെ ഇരിപ്പുണ്ട്, ലൈക്ക് വളയും കമ്മലൊക്കെ ഇട്ട്. അപ്പോൾ ഇത് വേറെ ഒന്നുമല്ല, എൻ്റെ ചേച്ചിയുടെ ഫ്രണ്ട് നല്ലതുപോലെ സാരി ഉടുപ്പിക്കും. സോ ഷീ ഡിസൈഡഡ് ടു സ്റ്റാർട്ട് ലൈക്ക് എ സ്മോൾ ബിസിനസ്, ലൈക്ക് സാരി ഡ്രേപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ആശേച്ചി എന്നാണ് പേര്, അച്ചു. ഓക്കെ, ഞാൻ ആശേച്ചി എന്നാണ് വിളിക്കുന്നത്. അപ്പം ആശേച്ചിക്ക് അതിന് മോഡൽസ് വേണം. കാരണം ഓബിയസ്ലി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കാണിച്ചു കൊടുക്കണമല്ലോ ബാക്കി ആൾക്കാരെ പിക്ചേഴ്സും സാരി ഡ്രേപ്പ് ചെയ്തേക്കുന്ന എങ്ങനെയാണെന്നും എല്ലാം. അപ്പം അതിന് എന്നോട് ചോദിച്ചു ഒന്ന് എന്നെ ഉടുപ്പിച്ചോട്ടെ എന്ന്. അപ്പം ഞാൻ പറഞ്ഞു ഓഫ് കോഴ്സ്, കാരണം നിങ്ങൾക്കും എനിക്കും അറിയാം എനിക്ക് വേറെ പണിയൊന്നുമില്ല എന്ന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ സാരിയെല്ലാം പിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, 3-4 പിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ അവിടെ ചെന്നിട്ട് അച്ചുവച്ചിക്ക് എന്നാ ഇഷ്ടം എന്ന് വെച്ചാൽ അത് ഉടുപ്പിച്ചോട്ടെ. പിന്നെ ജോലി ജസ്റ്റ് ഗോൾഡും ഒരു ഗോൾഡ് ചുമക്ക ഇട്ടു. അതാകുമ്പോൾ പിന്നെ എല്ലാത്തിൻ്റെയും കൂടെ പോവും. സോ നമുക്ക് അങ്ങോട്ട് പോവാം. ലെറ്റ്സ് ഗോ. അങ്ങനെ ഗൈസ്, ഫൈനലി ഞാൻ ചേച്ചിയുടെ വീട്ടിൽ എത്തിയേക്കാണ്. എന്തോ ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ പ്ലീറ്റ് ചെയ്തു. പ്ലീറ്റ് ചെയ്യാൻ ആദ്യത്തെ സ്റ്റെപ്പ്, അവസാനത്തെ സ്റ്റെപ്പ്, മൊത്തം സ്റ്റെപ്പ്. എന്തുകൊണ്ട് ഇങ്ങനത്തെ ഒരു ഐഡിയ വന്നു ഇങ്ങനെ ഡ്രൈപ്പ് ചെയ്യാൻ തുടങ്ങാവുന്നത്? ഇത് കുറെ നാളായിട്ട് ഉള്ള ഐഡിയ ആണ്. ഇപ്പൊ നമ്മളത് എക്സിക്യൂട്ട് ചെയ്തത് അത്രേ ഉള്ളൂ. കുറെ നാളായിട്ടുള്ള ആഗ്രഹമാണ്. അങ്ങനെ കഷ്ടപ്പെട്ട് ചെയ്തോണ്ടിരിക്കുവാണ്. ഇനി 1 hour കഴിഞ്ഞിട്ട് ബാക്കി കാണിക്കാം. അങ്ങനെ ഗൈസ്, ഇപ്പം അയൺ ചെയ്തോണ്ടിരിക്കുവാണ്. ഡു യു ഹാവ് എനിത്തിങ് ടു സേ? തുടങ്ങിയേ ഉള്ളൂ. നമ്മളിത് പല്ലു സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. ഇനി നമ്മൾ ഫുള്ള് പ്രീപ്ലീറ്റ് ചെയ്യണം. അപ്പം ഇത് മൊത്തം അയൺ ചെയ്യാനാ പ്ലാന്. യെസ്. കണ്ടോ, മെഷറിംഗ് ടേപ്പൊക്കെ വെച്ച് അളന്നാണ് നോക്കുന്നത്. അത്രയും പ്രിസൈസ്ലി ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പം ഡെഫിനറ്റ്ലി ആരെങ്കിലും സാരി ഉടുപ്പിക്കണമെങ്കിൽ കോണ്ടാക്ട് ഹെർ ഫോർ ഷുവർ. കണ്ടോ, ഫൈനൽ ഞങ്ങൾ കാണിക്കാം. യെസ്. ഓക്കെ, ഇപ്പോൾ അടുത്ത സ്റ്റെപ്പ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. സോ വാട്ട് ആർ യു ഡൂയിങ്? നമ്മൾ ലാസ്റ്റ് പ്ലേറ്റിംഗ്, ഫ്രണ്ട് പ്ലേറ്റ് കഴിഞ്ഞു. പിന്നെ നമ്മുടെ ലാസ്റ്റ് മറ്റേ ഇവിടെ വരുന്ന സൈഡിലുള്ള പ്ലേറ്റിംഗ് ചെയ്യാം. കണ്ടോ, എന്നാ പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്യുന്നത് നോക്കിക്കേ. പെർഫെക്ഷനിസ്റ്റ്. യെസ്, അതെ അതെ. അങ്ങനെ ഇപ്പോൾ എല്ലാം പ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഹാങ്ങറിൽ തൂക്കും. ഇതെന്തിനാണ് ഹാങ്ങറിൽ തൂക്കുന്നത്? ഇത് ഹാങ്ങറിലേക്ക് തൂക്കിയാൽ നമുക്ക് ക്ലയൻറ്റിന് കൊടുക്കാൻ പറ്റും ഇങ്ങനെ തന്നെ. ഇപ്പോൾ പ്രീപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് യൂസ് ചെയ്യാം. നമ്മളവിടെ വേണമെന്നില്ല, ഓൾറെഡി പ്രീപ്ലീറ്റഡാ. സോ അവർക്കിത് യൂസ് ചെയ്യാം. യെസ്, അങ്ങനെ നമ്മുടെ ഫൈനൽ എല്ലാം പ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. പ്രീപ്ലീറ്റ് ചെയ്ത് അതിനുള്ള നമ്മളൊരു ആവശ്യത്തിനാണ് നമ്മൾ ഇങ്ങനെ കൊടുക്കും. കണ്ടോ എന്നാ ഭംഗിയായിട്ടാണ് ചെയ്തതെന്ന്. ഇവിടെ ഡിപ്പെൻസ്. ചിലർക്ക് ഇത് ഭയങ്കര കംപ്ലീറ്റ്ലി ഫ്ലാറ്റ് ആയിട്ടാണ് ഇഷ്ടം, ചിലർക്ക് ഇത് ഇച്ചിരി ഇതുപോലെ പഫി ആയിട്ടാണ് ഇഷ്ടം. അപ്പോൾ ഫ്ലഫി ആയിട്ട് വേണ്ടവർക്ക് നമ്മൾ ഫ്ലഫി ആയിട്ട് കൊടുക്കും. ഇതല്ലേ ഈ ഭാഗം അല്ലേ? ഓക്കെ ഓക്കെ. ഇതെൻ്റെ ചേച്ചിയുടെ മന്ത്രകോടി സാരിയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഇടാൻ വേണ്ടി പിങ്ക് വളയും പിന്നെ മാല എടുത്ത് വെച്ചിട്ടുണ്ട്. മുൻപത്തെ ക്ലിപ്പിൽ ഞാൻ കാണിച്ചു തന്നത് താഴെ ഫ്ലഫി ആയിട്ട് ചെയ്താൽ ഇങ്ങനെ ഇരിക്കുന്നത്. പക്ഷേ ഈ ക്ലിപ്പിൽ ഇത് ഫ്ലാറ്റ് ആയിട്ടാണ് താഴെ ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് രണ്ടത്തിൻ്റെയും ഡിഫറൻസ് അറിയാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ ഇപ്പം ഡ്രേപ്പ് ചെയ്ത് എല്ലാം കഴിഞ്ഞു. ഇനിയും ജസ്റ്റ് സേഫ്റ്റി പിൻ എല്ലാം കുത്തി ജസ്റ്റ് സെക്യൂർ ആക്കുവാണ്. ആൻഡ് ആശേച്ചി ബീയിങ് ആശേച്ചി, obviously she wants everything to be perfect. അപ്പം എല്ലാം പെർഫെക്റ്റ് ആക്കുവാണ്. മുൻപേ മുകളിലായിരുന്നു, ഇപ്പോൾ താഴെ പെർഫെക്റ്റ് ആക്കാൻ നോക്കുക. അപ്പം ഇനി നമ്മുടെ ഫോട്ടോ സെക്ഷനാണ്. അപ്പം നമുക്ക് കാണുമ്പോഴേ അറിയാം നല്ല സുന്ദരി കുട്ടിയായിട്ടുണ്ട് എൻ്റെ ചേച്ചി. സോ ഇനി ഫോട്ടോസ് നമുക്ക് എടുത്തു കഴിയാം. അങ്ങനെ ആ പിങ്ക് സാരി എല്ലാം പ്രീപ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഇപ്പം നീല ചെയ്തുകൊണ്ടിരിക്കുക. ദാറ്റ് മീൻസ് ഏത് കളർ വേണമെങ്കിലും ചെയ്തു തരും ഗൈസ്. സോ ഇപ്പം നീല ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഇത് എനിക്ക് വേണ്ടിയുള്ളതാണ്. അപ്പോൾ ഉടുപ്പിക്കുന്നതിന് മുൻപേ ആയിട്ട് തന്നെ ആദ്യം ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മുന്താണി എല്ലാം പ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. സോ അതാ ചെയ്യുന്നത്. അങ്ങനെ കുറച്ച് ചേഞ്ചസ് വരുത്തി. ഇപ്പം മാല ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് എനിക്ക് കടമായിട്ട് കിട്ടിയത് ചേച്ചിയുടെ കയ്യിൽ നിന്ന്. അതുപോലെ തന്നെ വളയും എൻ്റെ കൈയല്ലേ ഇത് ഞാൻ വേറെ കൈ എടുത്തതാണ്, എൻ്റെ ചേച്ചിയുടെ കൈ. സോ ഇപ്പം എൻ്റെ കയ്യിലൊന്നുമില്ല, പക്ഷേ ഇതെടുക്കണം. ഇതാണ് ഞാൻ വെയർ ചെയ്യുന്നത്. നേരത്തെ ഗോൾഡാണ് ഇട്ടുകൊണ്ട് വന്നത്, പക്ഷേ ഇതും കടമാണ് ഗൈസ്. ഇപ്പം മനസ്സിലായത് എനിക്ക് മൊത്തം കടമാണ്. സോ ഇതാണ് ഇടാൻ പോകുന്നത്. അച്ചു ചേച്ചിയുടെ അടുത്ത് ആര് സാരി ഉടുപ്പിക്കാൻ വന്നാലും ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ അവർ ചെയ്തു തരും. ലൈക്ക് വള ഇട്ട് തരും. അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞ്
കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തു തരും കേട്ടോ. ഡീറ്റെയിൽസ് അസിസ്റ്റന്റും വരും. സോ ഇങ്ങനത്തെ ലൈക്ക് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ അതാകുമ്പോൾ നമുക്ക് തന്നെ ഇടണ്ട, അങ്ങനെ തന്നെ ഇട ബുദ്ധിമുട്ടുണ്ട. സ്വർണ്ണം അടിപ്പിച്ച് തരും. ലൈക്ക് സോ നമുക്ക് സത്യത്തിൽ ഒരു പണിയും ചെയ്യണ്ട, ജസ്റ്റ് നിന്ന് മാത്രം കൊടുത്താൽ മതി. സോ ഡെഫിനറ്റ്ലി സോ ഫോട്ടോസ് എടുക്കാൻ എല്ലാം ലൈക്ക് ഓൾ ഇൻ വൺ ആണ്. ഓക്കെ ഗൈസ്, ഇപ്പം സാരി ഉടുപ്പിച്ച് തുടങ്ങി ഗൈസ്. നിങ്ങൾക്ക് കാണാം ഫുള്ളി ഡൺ ആയില്ല, പക്ഷെ പകുതിയായി. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ താഴത്തെ പ്ലീറ്റ്സ് സെറ്റ് ആക്കണമല്ലോ, ലൈക്ക് പെർഫെക്റ്റ്ലി അലൈൻ ചെയ്ത്. അപ്പോൾ അതാണ് ഇപ്പോൾ മച്ചുവീച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ പെട്ടെന്ന് കേട്ടോ ആൾ ഉടുപ്പിക്കുന്നത്. ഷീ ഈസ് വെരി ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ്, അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഭയങ്കര ഫാസ്റ്റായിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ ഗൈസ് ഓൾമോസ്റ്റ് ഫിനിഷ് ചെയ്തിരിക്കുവാണ് അല്ലേ. ഇറ്റ് ഓൾറെഡി ലുക്സ് റിയലി നൈസ്. കണ്ടോ, ഞാൻ എന്നെ ഇച്ചിരി കൂടെ പ്രെറ്റിയർ ആക്കി തന്നു ഈ സാരിയൊക്കെ എടുത്ത്. ആ നുരിയൊക്കെ കണ്ടോ, നുരുബ്, ലുക്ക് അറ്റ് ദ നുരുബ് മാൻ, ഇറ്റ്സ് വെരി ബ്രില്യൻറ്റ് വർക്ക്. അങ്ങനെല്ലാം എടുത്ത് കഴിഞ്ഞിട്ട് നേരെ താഴോട്ട് വന്നു ഫോട്ടോസ് എടുക്കാൻ. പുറത്തെടുക്കാനായിരുന്നു ആദ്യത്തെ പ്ലാന്, പക്ഷെ ഇരുട്ടിപ്പോയി. ഇപ്പം ഫോട്ടോ സെക്ഷനാണ് ഗൈസ്. അതാണ് നല്ല ഫോട്ടോസ് എടുക്കാൻ നോക്കുവാണ്. സോ എല്ലാം പെർഫെക്റ്റ് പോലെ വേണമല്ലോ നമുക്ക്, അതിനെല്ലാം സെറ്റ് ആക്കുവാണ്. ഇവിടെ ഫോട്ടോസ് നല്ല പെർഫെക്ഷനിസ്റ്റ് ആണ്. നോക്കി എല്ലാം നോക്കിയാ ചെയ്യുന്നത് കേട്ടോ. അത് കാണുമ്പോൾ തന്നെ അറിയാം. നോക്കിക്കേ, ലൈക്ക് ആ വർക്ക് നോക്കിക്കേ. അങ്ങനെ ഗൈസ് ഫൈനലി എല്ലാം ചെയ്ത് കഴിഞ്ഞേക്കുവാണ്. ഞങ്ങൾ ഫോട്ടോസ് എല്ലാം എടുത്തു. ആസ് യു ഗൈസ് ക്യാൻ സീ ഐ ലുക്ക് സോ ബ്യൂട്ടിഫുൾ താങ്ക്സ് ടു ഹെർ. ഞാൻ ചേച്ചിയുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ പേജിൻ്റെ ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് എന്തെങ്കിലും പാർട്ടീസ്, വെഡ്ഡിങ്സ് എന്തുകൊണ്ടേലും കോൺടാക്ട് ഹെർ. ഷീ വിൽ ഓൾവേസ് ബി അവൈലബിൾ ഫോർ യു. സോ ഡോണ്ട് ഫർഗെറ്റ് ടു share, subscribe and like. Okay, so ഇനി നെക്സ്റ്റ് വ്ലോഗ് വരുന്നവരെ adios. Bye. ഇത് പല്ലുവാണോ? ഇത് പല്ലല്ലേ? ഇതിട്ടത് കേട്ടോ. സാരി ചെയ്യുന്ന പല്ലു സാരി ചുമ്മാ വെക്കാൻ പറ്റുമോ? So don't forget to DM me. subscribe, right?